ബഞ്ചി അവതരിപ്പിച്ച അതേ കമ്പനിയിൽ നിന്നും മറ്റൊരു അതിവിശിഷ്ടോൽപ്പന്നം കൂടി, മൂർത്തി രുദ്രാക്ഷം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബുദ്ധിയുള്ളവരാരെങ്കിലും ഈ സാമാനമൊക്കെ മേടിക്കൂ? ആര് വേണമെങ്കിൽ മേടിക്കോ മേടിക്കാതിരിക്കോ ചെയ്തോട്ടെ, അവതാരകൻ അവതരിപ്പിച്ചാ പോരെ. അത് കറക്റ്റാ. ഒന്നില്ലെങ്കിൽ നിനക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ TV ഒന്ന് ഓൺ ചെയ്താ പോരെ. അതെ, അതേ ഉള്ളൊരു ഗുണം. സദാസമയം നിന്നെ ടി വിയിൽ കാണാമല്ലോ. ഈ ടെൻഷൻ വരുമ്പോൾ TV വെക്കുന്നവര് നിന്നെ നേരിട്ട് കണ്ടാലുള്ള അപകടം ഒഴിവാക്കിയാ ബാക്കിയെല്ലാം സേഫാ. അയ്യോ, അങ്ങനെയൊക്കെ ആൾക്കാർ റിയാക്ട് ചെയ്യോ? കൊള്ളാം. ചെയ്യാതെ പിന്നെ ഈ ടെലിബ്രാൻഡ് ഷോ നടത്തുന്ന എത്ര പേർക്ക് നോർത്ത് ഇന്ത്യയില് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന നിനക്ക് അറിയോ? പിന്നല്ലാതെ ഇത്രയും മനുഷ്യനെ ഉറപ്പിക്കുന്ന വേറെ ഏത് പരിപാടിയാടാ ടി വിയിലുള്ളത്? ഛേ, ഇത്ര ചീത്ത പേരുള്ള ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നില്ല. ഇതിപ്പോ നാട്ടുകാരെ ഉറപ്പിക്കാന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തു പോയില്ലേ? നാട്ടുകാരെ വെറുപ്പിച്ചോളാന്നല്ല, ടെലിബ്രാൻഡ് ഷോ ചെയ്തോളാന്നല്ല എഗ്രിമെന്റ്. ആ, രണ്ടും ഒന്ന് തന്നെ. നീയിപ്പോ ചെയ്യാതെ പറ്റില്ലല്ലോ. അല്ല, എന്തൊക്കെയാ പ്രോഡക്റ്റുകൾ? കൊറേ ഉണ്ട്. അതിലേതൊക്കെയാ നീ ആങ്കർ ചെയ്യുന്നേ? അത് പിന്നെ സുബേർ ബഞ്ചി രുദ്രാക്ഷം, ആഫ്രിക്കൻ കല്ല് വെച്ച വിശിഷ്ട മോതിരം, സന്താനലബ്ധിക്കുള്ള പുൽച്ചെടി, അങ്ങനെയൊക്കെ ചിലത്. എടാ, നിന്റെ പ്രൊഡ്യൂസർ വില കാശ് തരോടാ. ഇത്രയും ചെയ്തിട്ട് വണ്ടിക്കൂലി മാത്രമേ തന്നുള്ളൂ. ഒരു അർക്കീസാ. എന്നാ പിന്നെ നീ ഇതൊന്ന് ഊരുന്ന നല്ലത്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ തല്ലാൻ തോന്നുന്നുണ്ട്. പ്രൊഡ്യൂസർ കാശ് വന്നില്ലെങ്കിൽ നിനക്ക് ഇട്ടിട്ട് പോയാ പോരെ ആനന്ദ്? വേറെ 100 പിള്ളേര് വന്നിട്ട് ചെയ്തിട്ട് പോകും, ഞാൻ ഔട്ടും ആവും. എടാ, എന്നാ നീ നിന്റെ പ്രൊഡ്യൂസർക്ക് ഒരു പണി കൊടുക്കും. നീ എന്താ പറയുന്നതെന്ന് അവർ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനി നീ ആങ്കർ ചെയ്യുമ്പോൾ നീ ഒരു മണ്ടത്തരം, അല്ല, നിന്റെ ഡയലോഗ് ഒന്നും മാറ്റിപ്പറ. അയാൾ എന്നെ പുറത്തായിക്കോളും. അതൊരു രസമല്ലേടാ? അതിൽ അത്രയ്ക്ക് രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല. എടാ, ഒരു രസമല്ലടാ, പ്ലീസ് ഡാ. എനിക്കൊന്നും പറ്റില്ല, പൊക്കോടുന്നു. എടാ, ചിലപ്പോ അദ്ദേഹം ഡയറക്ടർ കണ്ടിട്ട് നിനക്കൊരു ചാൻസ് കിട്ടിയേക്കും. പോടാ. എടാ, ഒരു മണ്ടത്തരം പറഞ്ഞാൽ മതി, നേരിട്ടല്ലോ, TV-ലല്ലേ. എനിക്ക് ഷൂട്ടുണ്ട്, സമയമില്ല നിന്നെ പോലെ തമാശ പറയാൻ. പോട്ടെ. നീ പേടിക്കണ്ടേ, അറിയാതെങ്കിലും അവനൊരു മണ്ടത്തരം അടിച്ചോളൂ. നീ നോക്കിയോ? പേടിയോ? എനിക്കോ? എടാ, എനിക്കറിയില്ലടാ അവൻ മണ്ടത്തരേ പറയൂന്ന്. കസ്റ്റമർ ഈസ് അവർ ഗോഡ്. ഓക്കെ, എപ്പോഴും സാറ പറയുന്നത് കേട്ടിട്ടില്ലേ? കസ്റ്റമർ എന്ത് ചെയ്താലും അത് ശരിയാണ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ആ, അവര് നമ്മൾ വളരെയേറെ റെസ്പെക്ട് ചെയ്യണം. അവരില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ഥിതിയിലെത്തില്ലായിരുന്നു. പിന്നെ ടോണി, പ്രത്യേകിച്ച് നിന്നോട്, സാറയ്ക്ക് നമ്മുടെ അടുത്ത് സ്ഥിരം കസ്റ്റമേഴ്സായിട്ട് ഒരു നല്ല റാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെ നന്നായിട്ട് പരിഗണിച്ചേക്കണം. നിന്റെ പ്രേമകോടതിയിലേക്കല്ല. റോയിച്ച, എനിക്കറിയാൻ റോയിച്ച, ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോൾ പഴയ ആളെയല്ല. ശരിയാ, നിന്റെ മാറ്റം ഞാനും കാണുന്നുണ്ട്. വല്ല വലിയ കളിയും പിടിച്ചോടാ നീ. പോ റോയിച്ച അവിടുന്ന്. എപ്പോൾ നോക്കിയാലും എന്നൊരു സംശയം. ഇങ്ങനത്തെ ഒരു രാമലക്ഷ്മണന്മാര്. ആഹാ, അപ്പൊ ഹനുമാനാരാ? ഹനുമാൻ ഷൂട്ടിങ്ങിന് പോയേക്കാ. ആര്? നമ്മുടെ ആനന്ദ. അവനിനി മതിയായിട്ടില്ലേ? ബോറ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ തീരില്ല. ഇങ്ങനെയുണ്ട് ഒരു ബോറ് പരിപാടി. എന്നാ റോയിച്ച എന്നങ്ങ് നേരിട്ട് പറഞ്ഞൂടെ? അത് പിന്നെ വെറുതെ അവനെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഓ, അവന് വിഷമമാകുന്ന മാത്രം പറയില്ല. ബാക്കിയുള്ളവരടുത്തൊക്കെ എന്തു ആവാം. അതെന്തെന്നറിയോ? അവനും എൻ്റെ അനിയനായതുകൊണ്ടാണ്. അപ്പോ ഇത് അനിയനല്ലേ? ഹ, ഈവൻ എൻ്റെ എല്ലാ ലടസുല്ല. എന്താടാ ഒരു സോപ്പ്? ഇതാ കുഴപ്പം. ഒന്ന് സ്നേഹിച്ചു വരുമ്പോൾ വെറുപ്പിക്കും. ആടാ, മതി. ഞാനൊന്ന് പുറത്തു പോവാ. തിരക്ക് കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി. ഹലോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ആരാടാ? എൻ്റെ ഒരു ഫ്രണ്ടാ, ജിനേഷ്. എൻ്റെ പേഴ്സ് അവൻ്റെ കയ്യില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് വാങ്ങിക്കാൻ പോണമായിരിക്കും. പെട്ടെന്ന് വരാം. ഞാൻ പോട്ടെ. പേഴ്സ് മേടിക്കാനാ? അല്ലടാ, പോട്ടെ, പുറത്തേക്ക്. കർത്താവേ, ഇനി എന്ത് ചെയ്യും? റോയിച്ചെനങ്ങാനും ഇത് അറിഞ്ഞാൽ